അപ്പം നമുക്കിന്ന് പുറത്തു പോയാലോ? അപ്പം എൻ്റെ ഫാമിലി ആയിട്ടാണ് പുറത്തു പോണത്. അപ്പോൾ ഞാൻ, ഇക്ക, പിന്നെ ഉമ്മായും എൻ്റെ മോനും, പിന്നെന്തുവാ പുതിയ ഇറക്കനും പുതിയ എണ്ണം. അപ്പം നമ്മൾ ചേട്ടൻ്റെ കാറിലാണ് പോണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോകണം എങ്ങോട്ട് പോകണമെന്ന് യാതൊരു പിടിയില്ല. അപ്പോൾ എല്ലാവരും ഓരോ ഇത് പറയുന്നുണ്ട്, അവിടെ പോ ഇവിടെ പോകാമെന്ന്. വീട്ടിൽ നിന്ന് ഒരുങ്ങുമ്പോഴേ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എവിടെ പോകണമെന്ന്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ് കൊല്ലം ബീച്ചിലോട്ട് പോകുന്നു. അപ്പം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ കൊല്ലം ബീച്ച് എത്തി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലൈറ്റ് ഹൗസ് കാണണം. കൊല്ലത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കൊല്ലമായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതാ പോണ വഴിക്ക് വാടി എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടില്ല ഒരു കപ്പൽ കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിർത്തി എനിക്ക് തന്ന വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ സൈഡിലൊക്കെ മീനും അങ്ങനെയൊക്കെ ഇട്ട് ഫ്രഷ് മീനൊക്കെ ഇട്ട് കച്ചവടം ചെയ്യുന്ന കണ്ടു. അപ്പം അതിൽ പറഞ്ഞ് അവിടെ തന്നെ അവർ അന്നേരം തന്നെ ഫ്രഷ് മീൻ നമുക്ക് പൊരിച്ചൊക്കെ തരുന്ന കടയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ അന്ന് അവിടെ ഓപ്പൺ അല്ലായിരുന്നു. ചിലപ്പോൾ രാത്രി ആയിരിക്കും അവിടെ ഓപ്പൺ, അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. പിന്നെ അവിടെ ചെന്നെത്തി. അതിന് ശേഷം അടുത്ത ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിർത്തി. മൈഷായും ഉമ്മയും കൂടാണ് ടിക്കറ്റ് എടുക്കാൻ അവിടെ നിന്നത്. പിന്നെ ഞാനവിടെ എല്ലാ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നതിന് അങ്ങനെ പാർക്ക് ചെയ്യുന്നതിന് ക്യാഷ് കൊടുക്കണമായിരുന്നു. അങ്ങനെ 20 രൂപയാണ്. പിന്നെ അവൾക്ക് 20 രൂപ എടുത്ത് അത്ര നേരം വേണമെങ്കിൽ പാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസ്. അപ്പോഴവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ലൈറ്റ് ഹൗസ് കയറാൻ പറ്റത്തില്ല. അപ്പം അവിടെ എല്ലാ സംഭവമൊക്കെ നടന്നുകൊണ്ട് ഇവിടെ അല്ല, ഇതിൽ പറയാവില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ഉള്ളിൽ സങ്കടം ഒതുക്കി പിടിച്ച് ഞാൻ അങ്ങനെ നടന്നു. അങ്ങനെ അവിടെ മൊത്തവും നമ്മൾ ചെന്ന് നടന്നതിന് ശേഷം അവിടെ അങ്ങ് വരെ നടക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് പറഞ്ഞത് അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണെന്ന്, അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്നത് മൊത്തത്തിൽ മനസ്സിലായി. അപ്പം നമ്മൾ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എൻ്റെ ഉമ്മയും കണ്ടിട്ടില്ല അവിടെ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ നമ്മളവിടെ മൊത്തം ഒന്ന് കറങ്ങി നടന്ന് മൊത്തത്തിലങ്ങ് കണ്ട്. നമ്മളെ കാപ്പിൽ താന്നി അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതുപോലത്തെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ അതൊക്കെ ഓപ്പണായിട്ട് വരുമ്പം ശരിയാവുമായിരിക്കും. ഇതിൽ നല്ല ആളുണ്ടെന്നാണ് അതുപോലെ പറയുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്, നല്ല ഭംഗി ഇവിടെ ഇരിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പറയാൻ എന്തുവാ, അവിടെ കുറേ നേരം തിരയൊക്കെ എണ്ണി അങ്ങനെ അങ്ങ് ഇരുന്ന്. പിന്നെ എനിക്ക് വിൽക്കാക്കും ബോറടിച്ച്. പിന്നെ ഞങ്ങൾ അപ്പുറത്തോട്ടൊക്കെ ഇങ്ങ് പോയി. ഇപ്പം അധികം ആരും അവിടെ ഞാൻ കണ്ടില്ല. പക്ഷേ സന്ധ്യയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും വരുമായിരിക്കും. പിന്നെ കട്ട രീതിക്ക് പോസ്റ്റ് അടിച്ചിട്ട് നമ്മൾ പറഞ്ഞ് നമുക്ക് കൊല്ലം ബീച്ചിൽ പോകാം. അതങ്ങനെ വണ്ടി എടുത്ത് പിന്നെ നമ്മൾ കൊല്ലം ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പം പോകുന്ന കഴിക്കുമ്പോഴത്തേക്കിനും നല്ലൊരു കാഴ്ച. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ട ആ കപ്പൽ ഇതാ ഇപ്പം ഇങ്ങനെ ഇരിക്കണം, ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് അടിപൊളിയായിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് തൊട്ടടുത്ത് തന്നെയല്ലോ കൊല്ലം ബീച്ചിലോട്ട് വന്നതിന് ശേഷം നാത്തൂന് മൈശാക്ക് കമ്മലൊക്കെ വേണമെന്ന് അങ്ങനെ കമ്മലൊക്കെ വാങ്ങിച്ച്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ പഴയതരം മിഠായികളൊക്കെ. പിന്നെ അതൊക്കെ അതിൽ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല, പോപ്കോൺ മാത്രം വാങ്ങിച്ച്. പിന്നെന്തുവാ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ മാങ്ങ, ഇപ്പം നമ്മളെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ശരി തന്നെ, ബീച്ചിലോട്ട് പോകുമ്പോൾ മാങ്ങ മേടിക്കാതിരിക്കുന്നത് മോശ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മളടുത്ത് വീട് എൻ്റെ ഇക്കാക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്ന് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. എൻ്റെ പേരെന്തോന്ന് കോളിഫ്ലവറോ അങ്ങനെ എന്തോ കണ്ടാണെന്ന് തോന്നും. അപ്പം എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല, അവരൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം വാങ്ങിച്ചതില്ല കടല എന്തോ ചെയ്യുമല്ലോ, അതത്ര ഒരു ഗുമ്മില്ല. അത് താന്നിയിലുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മാങ്ങയൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം തിരയൊക്കെ എണ്ണി. കടലിൻ്റെ വീഡിയോ എടുത്തപ്പോൾ നല്ല ഇരുട്ടാണ്. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ കൊല്ലം ബീച്ചൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് നമ്മുടെ അടുത്ത ഫുഡ് അടിയാണ്. അപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേക്കിനും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ പോയെന്ന് പറയുമ്പോഴത്തേക്കിനും മന്തി മനസ്സിലാണ്. നമ്മുടെ ചെന്ന് കൈയൊക്കെ കഴുകി. ഇവർ നല്ല കൂട്ടായി കേട്ടോ. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴിയുന്നതിന് ശേഷം അവിടെ പോയിരുന്നപ്പോഴാണ് പറയുന്നത് അപ്പം നോർമൽ ചിക്കൻ മന്തി മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു. അപ്പം ആ മന്തി ഉള്ളതാണ്. അപ്പം എൻ്റെ ഉമ്മാക്കും മൈഷാക്കും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈഫാം മന്തിയിൽ വന്ന് അവിടെ വന്നിട്ട് നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ ഇരുന്ന്
പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് വന്നു. അപ്പം നമ്മൾ ബാക്കി കാര്യത്തിലോട്ട് കിടക്കുകയാണ്. അപ്പം ഇത് ഹാഫ് അൽഫാം മന്തി, പിന്നെ ഇത് തവയോ അങ്ങനെ എന്തോ ഒരു പേര് അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യും. എനിക്ക് മനസ്സിലാവുന്നു. ഇന്നലെ വരെ ഞാൻ പറഞ്ഞു, ഇന്നായപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ കഴിച്ച് കയറുന്നു. കുഴപ്പമില്ലായിരുന്നു, ഫുഡ് നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.